അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഹൈസക്കിൻ്റെ ഏറ്റവും സുപ്രധാനമായ സെഷനിലൂടെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന പരിസരമായാലും നമ്മുടെ ശരീരമായാലും നമ്മുടെ കണ്ണുകളായാലും കാഴ്ചശക്തിയായാലും കേൾവിയായാലും ചെവിയായാലും നമ്മുടെ രൂപമായാലും അങ്ങനെ ഏത് കാര്യമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വ ഇൻ തഉദ്ദു നിഅമതല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത് ഒരു കണക്ക് കിട്ടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. ആ കൂട്ടത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്ത് ഈ ലോകത്ത് ജീവിച്ച പല മഹാന്മാർക്കും ലഭിക്കാത്ത ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയവൻ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവ്, ആസറിന് ലഭിക്കാത്ത തൗഹീദ്, ആസറിന് ലഭിക്കാത്ത ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയ്ക്കും സ്വന്തം മകനും ലഭിക്കാത്ത ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. എന്തിനേറെ അള്ളാഹിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, ശത്രുക്കളുടെ കൈകളിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു വെച്ച അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിന് ലഭിക്കാത്ത ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി. അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട്, വളരെയധികം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാന്മാരായ ആളുകൾക്കും വലിയ മാന്യന്മാരായി ജീവിച്ച ആളുകൾക്കൊന്നും നൽകാത്ത ഹിദായത്ത് എന്ന മഹത്തായ അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി. ഇത്രയധികം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് നൽകിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് തിരിച്ച് പടച്ച റബ്ബിന് നമ്മൾ കൊടുത്തത്? ഹിദായത്തുള്ളവർ, ഹിദായത്തായവർ, അവരാണ് നാളെ സ്വർഗത്തിലുണ്ടാവുക. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നാളെ നമ്മളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകളാ. അള്ളാഹു അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു. നമുക്കതിനനുസരിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ച് നമ്മൾ എന്ത് കൊടുത്തു? അള്ളാഹുവിന് തിരിച്ചെന്താണ് നമ്മൾ കൊടുത്തത്? ഈ ചോദ്യം പലപ്പോഴും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ള മറുപടി, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഈ സക്കാത്തും ഹജ്ജും ഇതൊക്കെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമല്ലേ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിലൊന്നാമത്തെ വിഷയം നമസ്കാരം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയം മാത്രം നമ്മളൊന്ന് കണക്കിലെടുക്കുക, ഒന്ന് ആലോചിക്കുക. നമ്മുടെയൊക്കെ നമസ്കാരം, നമ്മളൊക്കെ ഇത്രയും കാലം നമസ്കരിച്ച നമ്മുടെ നമസ്കാരം, അത് യഥാർത്ഥ രൂപത്തിലുള്ള നമസ്കാരമായിരുന്നോ? യഥാർത്ഥ നമസ്കാരമായിരുന്നോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ നിർവഹിച്ചിരുന്നത്? അതിൻ്റെ കൃത്യമായ സമയത്ത്, കൃത്യമായ രൂപത്തിൽ, കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലുള്ള നമസ്കാരമാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ
നമ്മളൊക്കെ നിർവഹിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, ഒരു കുട്ടിക്ക് 7 വയസ്സായത് മുതൽ അവന് നമസ്കാരം നിർബന്ധമാണ്. 10 വയസ്സായിട്ടും അവൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നമസ്കരിക്കാത്തതിൻ്റെ ഗൗരവം, ആ നമസ്കാരത്തിൻ്റെ ഗൗരവം അവൻ ഉണർത്താൻ വേണ്ടി അവനെ അടിക്കണമെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീണ്ടും ചോദിക്കട്ടെ നിങ്ങളോട്, ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലത്തെ ദിവസം 5 വക്ത് കൃത്യമായി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെയുള്ളൊരു നമസ്കാരം 5 വക്ത് കൃത്യമായി നമസ്കരിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. സ്വന്തം നഫ്സിനോട് തന്നെ ചോദിക്കുക, ഇന്നലെ ഞാൻ 5 വക്ത് കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര ആളുകളുണ്ട്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലർക്കും ഉത്തരം പറയാൻ പ്രയാസമാ. കാരണം എന്താ? നമസ്കാരത്തിൽ പലപ്പോഴും നമ്മിലേക്ക് മടി കടന്നു വരാറുണ്ട്. നമസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധരാകാറുണ്ട്. നമസ്കാരം പല സമയത്തും നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാന്റെ മുന്നിലേക്ക് നമ്മൾ ചെന്നപ്പെടുമ്പോൾ, അള്ളാന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ വിചാരണയുണ്ടാവുക നമസ്കാരത്തെ കുറിച്ചാ. ഒന്നാമത്തെ വിചാരണ നമസ്കാരത്തെ കുറിച്ചാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ നമസ്കാരത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ, ആ നമസ്കാരത്തിന്റെ വിചാരണയിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിലും വിജയിക്കും. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ആ നമസ്കാരത്തിന്റെ വിചാരണയിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിലും പരാജയപ്പെടും, നരകത്തിലേക്ക് ചെന്നുപെടുമെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ അഹദുൽ ലദീ ബൈനനാ വ ബൈനകും അസ്സലാം. നമുക്കും മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം അസ്വലാത്ത്, നമസ്കാരമാണ്. നമസ്കാരമാണ് ഒരു മുഅ്മിനിനും മുശ്രിക്കിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. തീർന്നില്ല, റസൂലുള്ളാഹി അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയുന്നുണ്ട്, ഫമൻ തറക്കഹാ ഫഖദ് കഫറ. ആരാ നമസ്കാരം ഉപേക്ഷിച്ചുവോ ഫഖദ് കഫറ, അപ്പോൾ അവൻ കാഫിറായി മാറി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നമസ്കാരം എന്ന് പറയുന്നത് ഇത് മറ്റുള്ള കർമ്മങ്ങളെ പോലെയല്ല നമസ്കാരം. ഇസ്ലാം സ്വീകരിച്ച ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമതായി നിർബന്ധമായി അവൻ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. നോമ്പിന്റെ വിഷയം അങ്ങനെയല്ല. നോമ്പിന്റെ വിഷയം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു മാസമാണ് നിർബന്ധമുള്ളത്. ആ ഒരു മാസം നിർബന്ധമുണ്ടെങ്കിലും അവന് രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ യാത്രയിലാണെങ്കിൽ അവന്റെ നോമ്പിന് അവനിളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സക്കാത്തിന്റെ വിഷയമാകുമ്പോൾ ഒരു വർഷത്തെ സാമ്പത്തികമായിട്ടുള്ള വരവ് ചെലവുകളൊക്കെ കണക്കുകൂട്ടി അതിലും നിസാബ് തികഞ്ഞെങ്കിലും മാത്രമേ അവന് സക്കാത്ത് നിർബന്ധമുള്ളൂ. അതേപോലെ തന്നെയാണ് ഹജ്ജും. ജീവിതത്തിൽ ഒരിക്കലേ ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് ഹജ്ജ് നിർബന്ധമുള്ളൂ. അതും സാമ്പത്തികമായും ശാരീരികമായും ആരോഗ്യവും എല്ലാം റെഡിയാണെങ്കിൽ മാത്രമേ അവന് ഹജ്ജ് നിർബന്ധമുള്ളൂ. പക്ഷെ നമസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ അങ്ങനെയല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നേരെ മറിച്ച നമസ്കാരം ഒരു ദിവസം 5 വക്ത് കൃത്യമായി നിർബന്ധമായും എല്ലാവരും നമസ്കരിച്ചിരിക്കേണ്ടതാണ്. ബോധമുള്ളവർ, ബുദ്ധിയുള്ളവർ, അവർക്ക് നമസ്കാരം നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തരികയാണ്. ഇനി രോഗിയാണെങ്കിലോ നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. അതിനും സാധിക്കുന്നില്ലെങ്കിൽ കിടന്നുകൊണ്ട് നമസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. അതിനും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിൽ നമസ്കരിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമസ്കാരം അതിഗൗരവമായ വിഷയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്, നാളെ പരലോകത്ത് വെച്ച് നമസ്കരിക്കാത്ത ആളുകൾക്കുള്ള അവസ്ഥകളെ കുറിച്ച് നേരത്തെ പ്രസംഗത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇസ്രാ മിഅ്റാജ് യാത്രയിൽ കണ്ട അനുഭവം പങ്കുവെച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതാ, തൊട്ടു മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് പാറക്കല്ലുകൾ കൊണ്ട് വലിച്ചടിച്ച് ആ തല പൊട്ടിപ്പിളരുകയും അതിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്ന രംഗം നേരത്തെ നമ്മൾ കേട്ടതാ. അധിക സമയമൊന്നുമായില്ല. ആ നമസ്കാരം ഉപേക്ഷിച്ചവരുടെ അവസ്ഥകളെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്രത്തോളം നിർബന്ധമാക്കിയ ഈ ഒരു നമസ്കാരം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും അശ്രദ്ധ കാണിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ മടിയുണ്ടാവാൻ പാടില്ല. ഒരു കാരണവശാലും ആ നമസ്കാരം നമ്മൾ ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല ആളുകളും പറയാറുണ്ട്, ഞാനൊക്കെ നമസ്കരിക്കാറുണ്ട്, പക്ഷേ നമസ്കരിക്കുമ്പോൾ വേണ്ട രൂപത്തിലുള്ള ഒരു ഇത് കിട്ടുന്നില്ല. നമസ്കരിക്കാൻ ഒരു ഇത് എന്ത് കൈകെട്ടിയാൽ പല ചിന്തകളാണ്. നമസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ പല ചിന്തകളാ മനസ്സിലേക്ക്. ഒരു പക്ഷേ നേരത്തെ കണ്ടുവെച്ച റീലിൻ്റെ ബാക്കിയായിരിക്കാം, കൂട്ടുകാരോടൊപ്പം പോയ യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത പ്ലാനുകളായിരിക്കാം. നമസ്കാരത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. വെറുതെ നമസ്കരിക്കുന്നു, കൈകെട്ടുന്നു, സുജൂദ് പോകുന്നു, എന്തെല്ലോ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമസ്കാരത്തിൽ എന്താണോ ഒരു മടി, വല്ലാത്തൊരു അസ്വസ്ഥത, എന്തുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ എന്തിനു നമസ്കരിക്കുന്നു, എൻ്റെ നമസ്കാരമൊന്നും ഒരു ഭക്തിയില്ലാത്ത രൂപത്തിലാണെന്ന് പല ആളുകളും പറയുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടുള്ളത്? എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിന് പരിഹാരമായിട്ടുള്ളത്? 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നമസ്കാരം ഏറ്റവും ഭക്തിപൂർവമായിട്ടുള്ള ഖുശൂഅോട് കൂടിയുള്ള നമസ്കാരമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നെ സൃഷ്ടിച്ച ഈ ലോകം സൃഷ്ടിച്ച, എനിക്ക് വേണ്ടി എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് അതിന് കൃത്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ഞാനിവിടെ നമസ്കരിക്കാൻ നിൽക്കുന്നത്. എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ റബ്ബിനോടാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ റബ്ബ്, എൻ്റെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാ. ആ റബ്ബിനെ ഞാൻ കാണുന്നില്ലെങ്കിലും ആ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് അതെൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നമസ്കരിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ ആ റബ്ബിനോട് സംസാരിക്കുന്നത്. അതെൻ്റെ റബ്ബാ, എൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന എൻ്റെ റബ്ബാ. ആ ചിന്തയിൽ നമസ്കരിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ, അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്നതുപോലെ നമ്മുടെ ആ നമസ്കാരം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമായേക്കാം എന്നുള്ള ചിന്തയിൽ നമസ്കരിക്കണമെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നമസ്കരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് 3 മണിക്ക് ഞാൻ മരണപ്പെടും, അപ്പോൾ അസർ നമസ്കാരം എനിക്ക് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ളുഹർ അത് എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ, എത്രത്തോളം മനോഹരമാക്കാൻ എനിക്ക് സാധിക്കുമോ ആ രൂപത്തിൽ മനോഹരമായി നിർവഹിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലായിരിക്കണം അടുത്തൊരു നമസ്കാരത്തിലേക്ക് എനിക്ക് അവസരമുണ്ടാകുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഈ നമസ്കാരം ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം, അതിനിടയിൽ ഞാൻ മരണപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ആ നമസ്കാരം ഏറ്റവും മനോഹരമായ രൂപത്തിലാക്കാൻ, ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയിൽ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ കാര്യം, ആ നമസ്കാരത്തിൽ വെറുതെ എന്തെല്ലോ അറബിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ലാതെ ആ നമസ്കാരത്തിൽ ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്താണോ എൻ്റെ റബ്ബിനോട് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിലെ പ്രാർത്ഥനകൾ പഠിക്കണം, അതിലൊക്കെ ദിക്റുകൾ പഠിക്കണം. ആ ദിക്റുകളും പ്രാർത്ഥനകളും മാത്രം പഠിച്ചാൽ പോരാ.
നേരെ മറിച്ച് ആ പ്രാർത്ഥനകളുടെ അർത്ഥം കൂടെ അതിൻ്റെ കൂടെ പഠിക്കണം. ഞാൻ എന്താണോ എൻ്റെ റബ്ബിനോട് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അതിൻ്റെ അർത്ഥവും ആശയവുമൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അറിയാൻ പരിശ്രമിക്കണം. ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ലഭിച്ച ഈ ഒരു നോട്ട് പാഡ്, അതിൽ തുടക്കഭാഗത്ത് നിങ്ങൾക്ക് നമസ്കാരത്തിലെ പ്രാർത്ഥനയെയും അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയുന്നവർ പ്രാർത്ഥനകൾ അറിയുന്നവർ അർത്ഥം കൂടെ പഠിക്കുക, പ്രാർത്ഥനകൾ അറിയാത്തവർ ആ പ്രാർത്ഥനയും അർത്ഥവും കൂടെ പഠിക്കുക. അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ രൂപത്തിൽ നമ്മുടെ നമസ്കാരത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കും. നല്ല ഖുശൂഓടുകൂടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ ഭാഗ്യമായിരിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെല്ലാം വിജയിച്ചിരിക്കുന്നു, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ച വിശ്വാസികളുടെ ഒന്നാമത്തെ ലക്ഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഈ രൂപത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ ഭയഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ സാധിക്കും. അങ്ങനെ ഭയഭക്തിയോടുകൂടെ നമസ്കരിച്ചാൽ നാളെ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ ഉൾപ്പെടാനും സാധിക്കും. അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ചുള്ള നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അത് എത്രത്തോളം ശ്രദ്ധ ചെലുത്തേണ്ട വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക. കാരണം ഏകദേശം 1436 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലുള്ള ഒരു മാസം, ഇതേപോലെ ഒരു റബീഉൽ അവ്വൽ മാസം, ഏകദേശം ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ദിനരാത്രങ്ങളിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേർ അനുഭവിക്കുന്ന തലവേദനയേക്കാൾ ഞാൻ ഒരാൾ അനുഭവിക്കുന്നുണ്ടെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനാജനകമായി അവിടുന്ന് പറയുമ്പോൾ, ആ ഒരു പ്രയാസത്തിലൂടെ മരണത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. അവിടുന്ന് മറുപടി പറയുന്നുണ്ട്, ഇല്ല പ്രവാചകരെ, അങ്ങയെയും കാത്തു നിൽക്കുകയാണ്, അങ്ങയെയും കാത്തു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൾ താൻ കിടക്കുന്നിടത്ത് ഊന്നി എണീക്കാൻ നോക്കുന്ന സമയത്ത് ബോധരഹിതനായി വീഴുന്ന രംഗം ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം തളിച്ച് ബോധം വരുത്തിയ ശേഷം അദ്ദേഹം ആദ്യമായി ചോദിച്ചതും അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്ന, ആളുകളൊക്കെ നമസ്കരിച്ചോ എന്ന. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് പ്രവാചകന്റെ ജീവിതം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടമാകുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് സംസാരിക്കാനും പോലും പറ്റാത്ത അവസ്ഥ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ ഇടറുന്നത്, ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാ. അവിടുന്ന് മനസ്സിലാക്കുകയാ, പ്രവാചകൻ എന്തോ പറയാനുണ്ട്, പ്രവാചകൻ എന്തോ ഉരുവിടുന്നുണ്ട്, പ്രവാചകന്റെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. തൻ്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുകയാ ആയിഷ ബീവി. ആ സമയത്ത് കേൾക്കുന്നത് അസ്വലാത്ത്, അസ്വലാത്ത്, അസ്വലാത്ത്. മരണം നേർക്ക് കണ്ടു നിൽക്കുന്ന സമയത്തും അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം നിലനിർത്താൻ വേണ്ടി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാന്റെ പ്രവാചകന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വഹാബത്ത് ഒരിക്കലും നരകത്തിലേക്ക് ഉൾപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നമസ്കാരത്തിന്റെ കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന രംഗത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നമസ്കാരം എന്നുള്ളത് എത്രമാത്രം ഗൗരവമേറിയ വിഷയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ ഒരു ഹൈസക്കിൽ ഈ ഒരു നിമിഷം മുതൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക.
നരകത്തിലേക്ക് നമസ്കരിക്കാത്തതിന്റെ പേരിൽ, നമസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ, നമസ്കരിക്കാൻ മടി കാണിച്ചതിന്റെ പേരിൽ നരകത്തിലേക്ക് ഉൾപ്പെടുന്ന ഒരാളുടെയും കൂട്ടത്തിൽ ഞാനിനി ഉണ്ടാവില്ല എന്നും, നമസ്കരിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടും, അതിനുവേണ്ടി എൻ്റെ നമസ്കാരം ഞാൻ ഇന്നു മുതൽ നിലനിർത്തും, കൃത്യമാക്കും എന്നൊരു പ്രതിജ്ഞയെടുക്കാൻ ഈ ഒരു ഹൈസക്കോട് കൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമസ്കാരത്തെ ക്രമീകരിക്കുകയും നമസ്കാരത്തെ ഏറ്റവും ഖുശൂഓടുകൂടെ നമസ്കരിക്കുകയും ആ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നമസ്കാരക്കാരായി പ്രവേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.